കോൺഗ്രസ് ഇന്ന് വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ്. ബി.ജെ.പിയെ പൂട്ടാൻ കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ച് ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ സഖ്യം ഏറെ വൈകാതെ ചിന്നിച്ചിതറാനുള്ള സാധ്യതയാണ് കാണുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം താളം തെറ്റുന്ന വാർത്തയെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇതിൽ പ്രധാന പ്രശ്നക്കാരൻ എന്നു തന്നെ പറയാം. വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ മെല്ലെപ്പോക്കാണ് പ്രശ്നക്കാരനായി മാറിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശ്രദ്ധ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്രയിലാണ്. ഇപ്പോൾ ബീഹാറിലാണ് പ്രശ്നങ്ങൾ ശക്തമായിരിക്കുന്നത്. ജെഡിയുവിന്റെ കാര്യത്തിലാണ് കോൺഗ്രസിന് വലിയ ആശയക്കുഴപ്പമുള്ളത്. നിതീഷ് കുമാർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ബി.ജെ.പിയുമായി നിതീഷിന് രഹസ്യബന്ധമുണ്ടെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ കരുതുന്നത്. എന്നാൽ ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് നിതീഷ് കൺവീനർ ആവുന്നതിനെ എല്ലാവരും എതിർക്കുന്നത്. കോൺഗ്രസ് സീറ്റ് വിഭജനത്തിനായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവരുടെ നേതാക്കളൊന്നും ബീഹാറിൽ പ്രതിപക്ഷ യോഗങ്ങൾക്ക് എത്തിയിട്ടില്ല. RJD മാത്രമാണ് നിലവിൽ സീറ്റ് വിഭജനത്തെ പിന്തുണയ്ക്കുന്നത്. RJDയുമായുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത്. സീറ്റ് വിഭജനം ബീഹാറിൽ എപ്പോൾ നടക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിന് വ്യക്തതയില്ല. അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലെയും കാര്യങ്ങൾ. ഇവിടെ കോൺഗ്രസുമായി സഖ്യത്തിന് അഖിലേഷ് യാദവ് തയ്യാറാണ്. ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ സമാജ്വാദി പാർട്ടിയാണ് ബുദ്ധിമുട്ടുന്നത്. അതിന് പ്രധാന കാരണം കോൺഗ്രസ് ആണ്. കോൺഗ്രസിനോട് വിജയസാധ്യതയുള്ള സീറ്റുകളുടെ പട്ടിക സമർപ്പിക്കാൻ SP നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നാൽ ഇതുവരെ അക്കാര്യം തുടങ്ങിയിട്ട് പോലുമില്ല. കോൺഗ്രസ് UPയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ രൂപരേഖ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. അഖിലേഷ് കാര്യങ്ങൾ വേഗത്തിൽ നീക്കിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇവിടെ വിജയസാധ്യതയുള്ള സീറ്റുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇതുവരെ പട്ടിക സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പട്ടിക നൽകാത്തതിൽ അഖിലേഷ് നിരാശനാണ്. യോഗം മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിന് അവസരം നൽകിയിട്ടും ഒന്നും ചെയ്യാതിരുന്നതോടെ SPക്കും അഖിലേഷിനും സീറ്റ് വിഭജനത്തിൽ ആധിപത്യം കൈവന്നിരിക്കുകയാണ്. ഇവർ പറയുന്നത് പോലെ ചെയ്യാനേ ഇനി കോൺഗ്രസിന് നിർവാഹമുള്ളൂ. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന്റെ അഭാവമാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ തോൽവി കോൺഗ്രസ് സഖ്യത്തിൽ ദുർബലമായിരിക്കുകയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുഗോലു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രമൊരുക്കാനുമുണ്ടാവില്ല. മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലാണ് സുനിലിന് ചുമതലയുള്ളത്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കുക. അതുകൊണ്ട് യാതൊരു വിദഗ്ധരും ഇല്ലാതെയാണ് സീറ്റ് വിഭജനത്തിന് കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ലോക്സഭാ സീറ്റുകളെ കുറിച്ചുള്ള ഡാറ്റകളൊന്നും കോൺഗ്രസിന് ലഭ്യവുമല്ല. അതുപോലെ ധനപ്രതിസന്ധിയും കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതേസമയം ഇതിനിടയിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധവും ഏറെക്കുറെ തകർന്നിരിക്കുകയാണ്. മമതാ ബാനർജിക്ക് കോൺഗ്രസിനൊപ്പം ചേരാൻ വലിയ താല്പര്യമൊന്നുമില്ല. സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്നവരിൽ കോൺഗ്രസ് മുന്നിലാണെന്നാണ് മമത പറയുന്നത്. കോൺഗ്രസിന്റെ 5-അംഗ സഖ്യ കമ്മിറ്റിയുമായി സംസാരിക്കാനും തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. 8 മുതൽ 10 സീറ്റുകളാണ് കോൺഗ്രസ് TMCയോട് ആവശ്യപ്പെടുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം എന്നിവ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ 2 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് വിജയിക്കില്ലെന്നും തൃണമൂൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഓഫർ സ്വീകരിച്ചാൽ മതി എന്ന നിലപാടിലാണ് മമതാ ബാനർജി. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ അവസാന യോഗത്തിലും മമത പങ്കെടുത്തിരുന്നില്ല. ഇതെല്ലാം കോൺഗ്രസിന് മമതയോടുള്ള പക കൂടാൻ കാരണമായിട്ടുണ്ട്.